ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ്. ഈ ഒരു വെയിൽ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പ്ലാന്റ്സിൽ മറ്റു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പൈസയും ലാഭമാണ്, ഗുണവും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇത് നമ്മുടെ റോസാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ പൂക്കൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത്. നല്ല വെയിലാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ നല്ല വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 10 മുട്ടയുടെ തോടാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുട്ടത്തോടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കിയിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കുക. നമ്മളൊരു 10 മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. മിക്സിയിലൊന്നിട്ട് പൊടിക്കണമെന്നില്ല, കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുക്കുന്നത്, ഇപ്പം നമ്മളെടുത്ത് നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലെല്ലാം കിട്ടുന്ന പ്ലാന്റ്സിന് നല്ല രീതിയിൽ കാൽസ്യം നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്ന ഒരു ഐറ്റമാണ് മുട്ടത്തോട്. എല്ലാവർക്കും അറിയാം, ആരും ഒഴിവാക്കാറൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ പ്ലാന്റ്സിന് തന്നെ ആയിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇനി നമ്മൾ എടുക്കുന്നത് 2 സ്പൂണ് തേയിലപ്പൊടിയാണ്. അതും എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റമാണ് കേട്ടോ. നമ്മളെന്തിനാ വെറുതെ കാശ് കളഞ്ഞിട്ട് ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ വാങ്ങിയിട്ട്, നമുക്കും ദോഷമാണ്, നമ്മുടെ പ്ലാന്റ്സിന് ഒരുപാട് ലൈഫൊന്നും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ 2 സ്പൂണ് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്യാസിലൊക്കെ വെച്ചിട്ട് തിളപ്പിക്കണമെന്നും ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അടുപ്പിൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ നാടൻ മുട്ടയുടെ തോല് പോലെ ആയിട്ടുണ്ട്. തേയിലേൻ്റെ കളറ് കയറിയതാണ് മുട്ടത്തോടിലേക്കൊക്കെ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തേയിലപ്പൊടിയിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ചായയൊക്കെ കാച്ചി കഴിഞ്ഞാൽ ആ ഒരു തേയിലപ്പൊടി നമ്മൾ ഉണക്കിയിട്ട് കഴുകി ഉണക്കിയിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് റോസിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചായ കാച്ചുന്ന സമയത്ത് ആ ഒരു തേയിലയിലുള്ള എല്ലാ അംശങ്ങളും പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തേയിലപ്പൊടി എടുത്തിട്ട് അതിൻ്റെ ഒരു സത്ത് നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. നമ്മുടെ റോസാ ചെടികളിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം. ഇത് നമ്മൾ 2 ദിവസം പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തപ്പോൾ ഇതിൽ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടിച്ച് വെച്ചിട്ട് എടുത്തു വെക്കുക. ഇത് നമ്മൾ 2 ദിവസം പുളിപ്പിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും നമ്മുടെ ഓർക്കിഡിനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ പാത്രത്തിന് ഒരു പാത്രം ഓർക്കിഡിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നേർപ്പിക്കാം. അപ്പോൾ നമ്മളിത് നേർപ്പിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ബക്കറ്റിലേക്ക് ഇത് 1 ലിറ്ററിൻ്റെ വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതിപ്പോൾ 4 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ആ ഒരു ബക്കറ്റ് നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ നമ്മുടെ ഫെർട്ടിലൈസറും അതിലേക്ക് ഞാൻ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഫെർട്ടിലൈസർ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ കാണാനായിട്ട് കഴിയും കേട്ടോ. നമ്മുടെ റോസാ ചെടികളിലും ജമന്തിയിലും അതുപോലെ നമ്മുടെ ഏത് പൂച്ചെടികളാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. റോസാ ചെടികളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തളിരിലകൾ വരാനും, എല്ലാവർക്കും അറിയാം പുതിയ തളിരിലകൾ വന്നു കഴിഞ്ഞാൽ റോസിലൊക്കെ ഒരുപാട് പൂമൊട്ടുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാം. ഓർക്കിഡിനൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏതൊരു ഓർഗാനിക് വളമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പുളിപ്പിച്ചിട്ടുള്ള ഫെർട്ടിലൈസറാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം പുളിപ്പിച്ചിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല സ്ട്രോങ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം. നമുക്ക് ഇലയിലൊക്കെ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പ്രേ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെടിയിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ വെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് രാവിലെ തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ.
അപ്പോൾ എല്ലാവരും ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഫെർട്ടിലൈസറുകൾ പരീക്ഷിച്ച് നോക്കുക. നമുക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ വെയിലുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ഒരു ഈശ്വരമുല്ലൻ്റെ തൈ ഞാൻ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഒരു മരക്കമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കേട്ട് ഒരുപാട് പൂക്കൾ ഇപ്പോൾ തരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു വെയിലുള്ള സമയം മുറ്റത്ത് ഒരു 9:30 മണി ആകുമ്പോഴത്തേക്കാണ് നല്ല വെയിൽ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പൂമൊട്ടുകളും നല്ല രീതിയിലുള്ള വലുപ്പമുള്ള പൂക്കളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല മാറ്റമുണ്ട്, നല്ല ഗ്രോത്തും കാണിക്കുന്നുണ്ട്, ഒരുപാട് പൂക്കളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെ കഴിയുന്നതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് നല്ല ലൈഫ് കൂടുതലായിരിക്കും. കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് പ്ലാന്റ്സിൻ്റെ ലൈഫ് കുറഞ്ഞു തുടങ്ങും. മാത്രമല്ല അത് നമുക്കും പല രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മഴക്കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കാം. അപ്പോൾ വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ മാറി മാറി ആഴ്ചയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മടിക്കരുത്. ഇതുപോലെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസറുകളുമായിട്ടും മറ്റു പല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നമ്മുടെ കയ്യിൽ ഓർക്കിഡ് സീലിനായിട്ട് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.